പഴപ്രഥമൻ ഉണ്ടാക്കണം. സരിതൊരാഗ്രഹം പറഞ്ഞപ്പോഴേക്ക് അജുവായിട്ട് സാധിപ്പിച്ചു കൊടുത്തു. പറഞ്ഞപ്പനെ സാധിച്ചു കൊടുക്കാൻ ഭർത്താക്കന്മാർക്ക് കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. അങ്ങനെ വിട്ടാൻ പറ്റില്ല. ചൂടുണ്ട് എന്നറിയാം. എന്ത് രസാ. നേരിയല്ലോ ഒക്കെ നേരിയത് ആണുങ്ങളും ഇങ്ങനെ കഴിഞ്ഞു. ഞാനത് ഈ ആന്റി ചെളിപ്പാട്ട് പാടുന്നു. അവൻ ചെളിപ്പാട്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ 2 ചെളിപ്പാട്ടും കൂടി പാടും. ചൊടിയിണകളിലമൃതമുടവനതു വഴി വന്നു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഭാര്യമാരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞപ്പനെ സാധിച്ചു കൊടുക്കാൻ ഭർത്താക്കന്മാർക്ക് കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. സരിത അവിടെ നിന്ന് കളിയൊക്കെ നമ്മുടെ ജൈവ നേന്ത്രക്കൊല വെട്ടിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അതിലത്തെ കുറച്ച് എല്ലായ്പ്പോഴും ഈ സാധനം കൊണ്ടുവരുന്ന ഇന്ന് 2 പഴം എടുത്ത് കൊണ്ടുവന്നാ പോരെ. അത് പറയാൻ പറ്റില്ല. ആളുകൾ പറയും വാങ്ങിച്ചു വേണമെന്നത്. അത് നമ്മുടെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് കാണിക്കണമെന്ന്. ഇന്നൊന്നുമില്ല. സരിത എന്താ പറഞ്ഞു, എനിക്ക് കൊല കാണും പഴം പ്രഥമൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ലാസ്റ്റാണ്. ഇനി ഇതിന്ന് വേറെ വിഭവങ്ങളില്ല കേട്ടോ. ലാസ്റ്റാണ്. കഴിഞ്ഞു. കൂത്ത് കഴിഞ്ഞില്ല. ഇതിന് എനിക്ക് തിന്നാനുള്ള ബാക്കിയുള്ളത്. അപ്പം ഇതിന്നൊരു 4 നേന്ത്രപ്പഴം എടുത്തിട്ട് നമുക്ക് പഴപ്രഥമൻ ഉണ്ടാക്കണം. പഴപ്രഥമൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി ഉണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് അല്ല, നീ പറഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ മറ്റൊക്കെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയിട്ടില്ലല്ലേ. ഇതൊരു മാറ്റം. ഇതിപ്പോ ചേട്ടനും കൂടി ഇഷ്ടമുള്ളതായ കാരണല്ലോ പറഞ്ഞ അപ്പൊ തന്നെ സാധിപ്പിക്കണം. ഈ പൂവും സരിതയുടെ ഡ്രസ്സ് നോക്കിയാ ഒരേ കളർ. ഇതും പിടിച്ച് ഞാൻ ഇവിടെ നിൽക്കണേ. ഇതേ ഈ മെലസ്റ്റോമ എന്ന് പറഞ്ഞ ചെടി ഉണ്ടല്ലോ, നല്ല ഹൈറ്റിൽ പോയാലാണെന്ന് അതിങ്ങനെ പൂക്കളായിട്ട് നിറയെ നിക്ക. അപ്പൊ ഇതിനി വെട്ടി നിർത്തണ്ട. അല്ല, അപ്പൊ അവരോട് പറയാ ഇനി വെട്ടണ്ടാന്ന്. ഇതിന് വളം കുറവുണ്ട്. കണ്ട ഇലകളൊന്നും അപ്പോൾ അപ്പൊ സരിത പറഞ്ഞു പഴപ്രഥമൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞുകൊണ്ട് പഴപ്രഥമൻ അപ്പുറത്തേക്ക് പിന്നെ നീങ്ങില്ലല്ലോ അജു. അല്ല, മാറ്റങ്ങൾ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മള് ഇവിടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് ഗംഭീരമായ പഴപ്രഥമൻ ഉണ്ടാക്കാൻ പോണ എല്ലാം പഴയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ. ഒന്നും എന്റെ കൈകൊണ്ട് എന്തെങ്കിലും സഹായം ഇവിടെ ചെയ്യണമെങ്കിൽ പഴമാണ് കുഴിഞ്ഞത്. നല്ല സ്വർണ്ണ വർണ്ണമുള്ള പഴമാണ്. കണ്ട എന്തൊരു ഭംഗിയ പഴം നോക്കിയേ. 4 പഴം എടുക്കാം. 1 2 ഇതാ അത്ര വലിയ ഇതല്ല. അടിപ്പടലായിപ്പോളേ ചെറുതായി തുടങ്ങിയില്ല. 4 പഴം. ഇനി ഏതാ നന്നായി പഴുത്തത്? ഇതല്ല നന്നായി പഴുത്തിട്ടുള്ളത്. ഈ 4 മതി. കഴിഞ്ഞൂട്ടാ. ഇനി ഇതൊന്നും ഇല്ല. ഇനി ഇതുകൊണ്ട് വിഭവം ഉണ്ടാക്കാൻ പറയരുത് എന്നാണ്. അതല്ലേ. അപ്പൊ ഈ വീഡിയോ എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരെ കാണിക്കുക. കണ്ടാ, സരിതൊരാഗ്രഹം പറഞ്ഞപ്പോഴേക്ക് അജുവായിട്ട് സാധിപ്പിച്ചു കൊടുത്തു. അങ്ങനെ വേണം ഭർത്താക്കന്മാരായെന്ന് പറഞ്ഞിട്ട്. ആദ്യം നമ്മൾ പഴം കഴുകുന്നു. നമ്മൾ ഉരുളിയിലാണ് വേവിക്കാൻ പോണത്. കുക്കറിലിട്ടല്ല വേവിക്കുന്നത്. എല്ലാം പരമ്പരാഗതമായ ഈ രീതിയിൽ. നമ്മളിത് പറഞ്ഞ കൊറേ കൊല്ലം മുന്നേ ഉണ്ടാക്കിയിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? ഇല്ലില്ല, നീ തുന്തുരു വന്ന ടൈമിലേ തുന്തുരുവിന് അവിടേക്ക് ഞാൻ പഴപ്രഥമൻ, നീ അവിടേക്ക് പോയപ്പോൾ പഴപ്രഥമൻ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചോറിന് നൽകി. ചേട്ടൻ ഉണ്ടാക്കി കൊണ്ടു. ശരി. നമ്മളിവിടെ പുകയുണ്ട്. നമ്മൾ ഉരുളി അടുപ്പത്ത് വയ്ക്കുന്ന കേട്ടോ. നമ്മളിവിടെ പുകയുണ്ടെന്നല്ല, അടുപ്പ് അല്ല, അടുപ്പ് പോയി. ഒന്നുമില്ല, സിമ്പിളായിട്ടേ. തൊലി അടക്കിടണേ. അത് ആദ്യം വേവിക്കണം. തൊലി അടക്കട്ടാ. അങ്ങനെയാണ് വേവിക്കുക. പുഴുങ്ങല്ലേ? ഇതിനൊരു ചെറിയ പുഴുങ്ങല്ലേ? ഞാൻ കണ്ടിട്ടില്ല ഏട്ടത് ഉണ്ടാക്കണത്. നമ്മുടെ ഹിന്ദുവിന്റെ കല്യാണത്തിന് പഴപ്രഥമൻ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ട് ചേട്ടനെ? എന്നിട്ട് അത് അന്നൊന്നും കുടിച്ചില്ല. അന്നൊക്കെ പായസം ഒന്നും കഴിക്കാൻ തോന്നണൊരു, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പരിപാടി ഉണ്ടാവുമ്പോഴേ നമുക്ക് ഒന്നും കഴിക്കാൻ തോന്നില്ല. എന്നിട്ട് പിന്നീട് ഭയങ്കര കുറ്റബോധം അത് ആലോചിച്ചിട്ട്. ശരി, കുറച്ച് വെള്ളം ഒഴിക്കുന്നു കേട്ടാ. ഇത് മറ്റേ ആവിന്ന് വേവിച്ചില്ലേ അല്ലേ? വെള്ളത്തിലിട്ട് വേവിക്കണം. വെള്ളം തീ ഒഴിച്ചിട്ടാണ് പണ്ട് വേവിക്കാറ്. പണ്ട് കുക്കറിലൊന്നും സദ്യക്കൊന്നും അങ്ങനെയല്ലല്ലോ. ചെമ്പിലിട്ടിട്ട് പുഴുങ്ങി വേവിക്കല്ലേ ചെയ്യാ. അതുപോലെ ഞാൻ പണ്ടത്തെ രീതിയിലാ ഫോളോ ചെയ്യണം. ചുക്ക് വരെ ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊക്കെ അതിന്റെ രീതിയിലാണ് ചെയ്യാൻ പോണത്. പുകക്കുഴലി കൂടെ നന്നായിട്ട് പുക പോകുന്നുണ്ട്. ഭയങ്കര പുക. പോട്ടെ, കത്തിന്ന് പിടിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. നമ്മളത് വേവാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അതിന് മുന്നേ ഇന്നലെ നമ്മളിട്ട വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടൻ കുമ്പളങ്ങി. ഇന്നിട്ട വീഡിയോ നാടൻ കുമ്പളങ്ങിയും എന്ന് പറയണ്ട, കുമ്പളങ്ങിയും കോഴി കൂട്ടാനുള്ള കറിയാണ് ഇട്ടത്. അപ്പൊ അതിൽ കമന്റ് വന്നിട്ടുണ്ട് കേട്ടാ. ക്രിക്കറ്റ് ഇൻ ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് വന്നിട്ടുള്ളത്. യൂട്യൂബ് ചാനൽ തന്നെ പറയാം അല്ലേ. ചിക്കൻ കുമ്പളങ്ങ കണ്ടപ്പോൾ ക്യൂരിയോസിറ്റി തോന്നി നോക്കിയപ്പോൾ ഈ ആൻറ്റി ചെളിപ്പാട്ട് പാടുന്നു. ഇവരെയൊക്കെ സഹിക്കാൻ പറ്റുന്ന ഹസ്ബൻഡ് ചേട്ടൻ ഒരു മഹാൻ തന്നെ. ഇന്ന് യൂട്യൂബ്
ഓപ്പൺ ചെയ്യില്ല, മതിയായി. ഇങ്ങനെയാണ് കമൻ്റ് ഇട്ടോണത്. അപ്പോൾ ചിക്കൻ കുമ്പളങ്ങ ഇതൊക്കെ കണ്ടപ്പോൾ എന്ന് പറയുന്നതിന് അപ്പം നമ്മളിത് ഇതിലെ ടൈറ്റിലും തമ്പിലും ചിക്കൻ കുമ്പളങ്ങ കറി ഇട്ടിട്ടില്ലേ, അതിൽ സരിതയ്ക്ക് ന്യൂസിലാൻഡിൽ നിന്ന് ഒരു സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് തമ്പിൽ എഴുതി പോണത്. ടൈറ്റിൽ എഴുതി പോണത് നാടൻ ചിക്കൻ കറിയിൽ നിന്ന് ന്യൂസിലാൻഡിൽ നിന്ന് ഒരു സമ്മാനം കിട്ടിയപ്പോൾ അങ്ങനത്തെ ഇതാണ് ഇട്ടുള്ളത്. അപ്പോൾ എന്ത് കണ്ടിട്ടാണ് അവ ഈ ഗടി അത് കണ്ടപ്പോ ചിക്കൻ കുമ്പളങ്ങയാണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? സിക്സ്ത് സെൻസ് ഉണ്ട്. അതിപ്പോ ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തപ്പോ എന്റെ ചെളിപ്പാട്ട് യൂട്യൂബ് എന്നെ കാണാനുള്ള മൂഡ് പോയി. അപ്പോൾ അതിൽ ഭൂരിഭാഗം പേരും നമ്മുടെ ആളുകൾ സരിതര പാട്ട് നന്നായി, ജാനകി അമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള പാട്ടുകൾ ഇങ്ങനെയുണ്ട്. അനുസ്യൂതം പാടിയപ്പോൾ വളരെ നന്നായി തന്നെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഈ ക്രിക്കറ്റ് കളിക്കുന്ന ഈ ചെക്കന് ക്രിക്കറ്റ് ബ്ലഡിലാണ്ട് അലിഞ്ഞ് ചേർന്നിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറ്റിയതല്ല നമ്മുടെ ചാനൽ എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-30 വയസ്സ് 35 വയസ്സിന് മീതിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. ഈ ഇത് ഞാൻ നോക്കിയപ്പോൾ, ഈ ഐഡി ഞാൻ നോക്കിയപ്പോൾ ഇത് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് മുന്നേ. ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. അത് ആരെങ്കിലും അങ്ങനെ സരിതക്കുട്ടി എന്ന് വിളിച്ചിട്ട് ഒരു ആന്റി, ഒരു ചേച്ചി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഏതോ ഒരു വീഡിയോയില്, 2-3 ആഴ്ച മുന്നത്തെ ഏതോ വീഡിയോയില്. നോക്കി അതിപ്പോ എന്നെ എടുത്ത് നോക്കിയാ കാണാം. അടുത്ത് നോക്കിയേ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. അതുകൂടി വായിക്കാം. റിപ്ലൈ കമന്റ്. ഈ ആന്റിയെ എല്ലാവരും കുട്ടി എന്ന് വിളിച്ചാൽ അതിന്റെ കമന്റിന് റിപ്ലൈ ആയിട്ടേക്കണം. ആ കമന്റ് വായിക്കാം ആദ്യം കമന്റ് ഇട്ടാ. ജെമിനി അച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറേ നാളത്തെ മുമ്പുള്ള വീഡിയോയിൽ എഴുതിയാണത്. സരിതക്കുട്ടി ഇതിൻ്റെ കൂടെ ലോട്ടസ് സീഡ്, സൺഫ്ലവർ സീഡ്, വാട്ടർ ലെമൺ സീഡ്, എള്ള് ഇവ കൂടി ചേർത്താൽ സൂപ്പറാണ്. അവസാനം കുടിക്കുമ്പോൾ ചിയ സീഡ് കുതിർത്തതും കൂടി ചേർത്താൽ പറയാനില്ല, സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഹെൽത്തി ജ്യൂസിന്റെ വീഡിയോയിൽ ഇട്ടേക്കണ കമന്റ് അത്. അതിന് റിപ്ലൈ ഇട്ടാണ് ഇവൻ പറയുന്നത്, ഈ ആന്റിയെ എല്ലാവരും കുട്ടി എന്ന് വിളിച്ചാൽ 17 വയസ്സുള്ള എന്നെ ഇവരൊക്കെ എന്ത് വിളിക്കണം? ഇത്രയും ബോധമില്ലാത്ത ജനറേഷൻ ആണല്ലോ ഇവിടെ ഉള്ളതെന്ന്. അതെ. അപ്പൊ 17കാരനാണ് ഈ വന്ന് കമന്റ് ഇട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ആരാണ്ട് നെവിൻ പറഞ്ഞത് ഇതിന്റെ നിന്നെ പൈതൽ എന്ന് വിളിക്കാം, ഓക്കെ അല്ലേ പൈതൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ കമന്റ് ഇട്ടെന്ന് പറയുന്നത്. അപ്പൊ അതായത് 17 വയസ്സുകാരനായിരിക്കും കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ എന്തായാലും 17 വയസ്സല്ല. നമുക്കൊരു സൈക്കോളജി, ഇവരുടെ കമന്റ്സ് വായിക്കുമ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് അത്യാവശ്യം പ്രായമുള്ള ആൾ തന്നെയാണ്. ആണോ പെണ്ണോ ആവാം. ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്ന് എന്നോടുള്ള ദേഷ്യം തീർത്തേക്കാണ്, വേറെ ഒന്നല്ല. അത്രേ ഉള്ളൂ. വീഡിയോ ഒന്നും കണ്ടിട്ടില്ല, കമന്റ്സ് വേണമെങ്കിൽ വായിച്ചു നോക്കിയിട്ടുണ്ടാവും. അപ്പൊ കമന്റ്സിൽ എന്റെ പാട്ടിനെ കുറിച്ചിട്ടാണ് എല്ലാവരും എഴുതിയേക്കണം. അപ്പൊ ഞാൻ ഇതിൽ പാട്ട് പാടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അത് വെച്ചിട്ടൊരു കമന്റ് ഇട്ടു, അത്രേ ഉള്ളൂ. പിന്നെ എന്നെ മഹാ എന്ന് വിളിച്ചാൽ എനിക്ക് വളരെ വളരെ സന്തോഷമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തോൽവികളൊക്കെ ഇനിയിപ്പോൾ സരിതയുടെ ഭർത്താവായിട്ട് നമ്മൾ തോൽവിയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, മഹാൻ തന്നെ വിളിക്കുന്നുണ്ടല്ലോ. മഹാനാവാണെങ്കിൽ മഹാനാണല്ലോ, മഹാനാവാനും ഒരു യോഗം വേണമല്ലോ. അപ്പോൾ മഹാ എന്ന് പറയാൻ ധൈര്യമായിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, ഞാൻ നിങ്ങൾക്ക് മഹാൻ കോടീശ്വരിൽ പങ്കെടുക്കുമ്പോൾ വെറും 80 പേരെ ഒരു സീസണിൽ വിളിക്കുന്നത് 160 പേരെ വിളിക്കുക. അത് കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്? 3.5 കോടി ജനങ്ങളുണ്ട്. ആ 3.5 കോടി ജനങ്ങളിൽ നിന്ന് 160 പേരെ 160 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിലൊരാൾ ഞാനാണ്. എന്താ ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നുണ്ട്. സരിത തളർന്നു എന്റെ പൊക്കൽ കേട്ടിട്ട്, മറ്റവന്റെ കമന്റ് കേട്ടിട്ടല്ല തളർന്നത്. എന്റെ പൊക്കല് കേട്ടിട്ട് തളർന്നു. ഞാൻ സ്വയം തന്നെ ഞാൻ ചെളിപ്പാട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ 2 ചെളിപ്പാട്ടും കൂടി പാടും. അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. അപ്പൊ സരിത പാട്ട് പാടാൻ ഞാൻ വെല്ലപ്പുളൊക്കെ പാടാറുള്ളൂ. ഒരു 5-6 വീഡിയോ കൂടുമ്പോഴാണ് ഒരു പാട്ട് പാടുന്നത്. ഇന്നലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാനകിയമ്മ മരിച്ച കാരണം ആളുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് പാടിയതാണ്. എന്തോരം പേരെ പറഞ്ഞു. അപ്പൊ ഇനി പാട്ട് പാടിക്കുക സരിത, പാട്ട് പാടി പാടാൻ പോട്ടാ. പാടിക്കുക, നല്ല കാറ്റ്, നല്ല രസം. മഞ്ഞിൽ മുങ്ങിത്തെന്നൽ വന്നു മാവേലിക്കാവിൽ, ഒറ്റയ്ക്കൊരു കൊമ്പിൽ കൂടും കൂട്ടി നീ. മഞ്ഞിൽ മുങ്ങിത്തെന്നൽ വന്നു മാവേലിക്കാവിൽ, ഒറ്റയ്ക്കൊരു കൊമ്പിൽ കിളിക്കൂടും കൂട്ടി നീ. ചൊടിയിണകളിൽ അമൃതമുടവനതു വഴി വന്നു, ഒരു ചെറുകുളിരലയിളകി നിന്നോമൽ കരളിൽ. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ, താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി.
വെന്തുകൊണ്ടിരിക്കണേട്ടാ വേവട്ടേട്ടാ. അത് ഒന്ന് പൊളിയും. പൊളിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. കുറച്ച് നേരം വെള്ളം പറ്റും. ഈ പാട്ടില്ലേ മഞ്ഞണിക്കൊമ്പിൽ അല്ല ഈ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞാൽ സിനിമയിലത്തെ പാട്ടില്ലേ, ആ സമയത്ത് നമുക്ക് മോഹൻലാലിനെ കാണുന്ന ദൃശ്യമാണ് ഇവിടെ. നമുക്കെന്നല്ല കേരളം മുഴുവൻ വേർപ്പിച്ചിട്ടുള്ള ഒരു വില്ലൻ അല്ലേ? നിനക്കറിയില്ല? 80 നീ ജനിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ആ സമയത്തേ എൻ്റെ ദൈവമേ മോഹൻലാലിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഒരു വട്ടം കണ്ടിട്ടുള്ളൂ. അന്ന് കാശൊന്നും ഇല്ലല്ലോ കാണാനായിട്ട്. ചെറിയേട്ടനും അല്ലേട്ടനൊക്കെ അവർ ഇവിടുന്ന് കൊല്ലൂർ സ്കൂളിൽ നിന്ന് എറണാകുളത്തേക്ക് ടൂർ പോയപ്പോൾ അവർ എറണാകുളം ഷേണൈസിൽ കണ്ട സിനിമയാണ്. അവിടെ ഈ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ ആ സമയത്ത് ഇറങ്ങിയ ടൈമാണ്. അപ്പോൾ അവർ കണ്ടു വന്നിട്ട് അവരങ്ങോട്ട് വർണ്ണിക്കുക സിനിമേനെ പറ്റിയിട്ട്. അതിലത്തെ നായകനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ, ശങ്കറിനെ നായകനെ കാണാൻ. മോഹൻലാലിനെ പറ്റിയിട്ട് പറയണില്ല, മോഹൻലാലിനെ ഒരു വില്ലൻ എന്നുള്ള ഇതിൽ ശങ്കറിനെയും പൂർണിമ ജയറാമിനെയും പിന്നെ ആ സിനിമ അത്രയ്ക്ക് ഇതായിരുന്നു. അങ്ങനത്തെ ഈ പാട്ടിനേക്കാളും മറ്റേ ഈ പൂർണിമ ജയറാമിനെ കൊല്ലില്ലേ, ആ സീൻ കണ്ടിരിക്കാൻ പറ്റില്ല അന്ന്. എന്തായിരുന്നു പടം. പിന്നെ അത് കഴിഞ്ഞപ്പോ ശങ്കറിനെ പ്രണയകഥ അല്ലേ. എന്നിട്ട് ശങ്കർ മോഹൻലാലിനെ കൊല്ലും അവസാനം. എന്നിട്ട് ശങ്കർ ആത്മഹത്യ. പടം ശരിക്കും ഓർമ്മയില്ല, എന്നോ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിനിമ വത്സേച്ച് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് റോട്ടിലൂടെ നടക്കാൻ പറ്റില്ല. അപ്പൊ ആണുങ്ങളും ഇങ്ങനെയാക്കും, ഇങ്ങനെ ഇങ്ങടാക്കുന്നു, ഇങ്ങനെ എല്ലാവരും അങ്ങനെയാക്കുന്നത്. പിന്നെ എന്താ മിഠായിരെ കടലാസ് കൊണ്ട് ഒരു പാവന ഉണ്ടാക്കണ പോലത്തെ അങ്ങനത്തെ ഒരു സാധനം, അതൊക്കെയായിരുന്നു ആ സമയത്ത് ഓരോ ചെയ്ത് തുടങ്ങിയത്. ശങ്കറിന്റെ കഴുത്തിലൊരു ടവല് ഒരു ഇതുണ്ട്, ഒരു ഷോള്. ആ ഷോള് മോഹൻലാൽ അവസാനം ആ ഷോള് ഇട്ടിട്ടാണ് ഇവിടെ വന്നിട്ട് കൊല്ലണത്. ആ ഷോള് കഴുത്തിൽ മുറുക്കിയിട്ടാണ് കൊല്ലണത്. അങ്ങനെ ഒരു സിനിമ. വേവട്ട പായസം അല്ല പഴം വേവട്ടെ. പഴം വെന്തു കണ്ട, പഴം വെന്തപ്പോൾ നമുക്ക് പൊളിഞ്ഞു. ഇത് ഭയങ്കരമായിട്ട് പഴുത്തിട്ടുള്ള പഴമല്ല കേട്ടാ. ചില ഈ സാധാരണ പഴപ്രഥമന് നന്നായി പഴുത്ത പഴം എടുക്കും. ഇങ്ങോട്ട് വാടാ മോനെ. ഈ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഞാരൊക്കെ കളയണം. പഴത്തിൻ്റെ തൊലി പൊളിച്ച് വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് ചൂടാറും, ഭയങ്കര ചൂടാണ്. ഇങ്ങോട്ട് വാടാ. ഞാനെന്തിനാ എന്നൂതനും അച്ഛൻ പഴപ്രഥമൻ വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ. നേന്ത്രക്കൊല ഒരു കൊല്ലേ 50 നേന്ത്രവാഴ പണ്ട് വെച്ചു. 50 നേന്ത്രവാഴ. അന്ന് 50 നേന്ത്രവാഴയൊക്കെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ വലിയേട്ടൻ്റെ വീട് നിന്നോടത്താണ് 50 നേന്ത്രവാഴ വെച്ചത് സരിതേ. എന്നിട്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ കൊല ഈ ഓണത്തിനെ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ എല്ലാവരും വാഴക്കൃഷി വയ്ക്കുക. ഓണത്തിനാണല്ലോ ആളുകൾ പഴം കൂടുതൽ വയ്ക്കുക. എല്ലാ സമയത്ത് നേന്ത്രപ്പഴം ഒന്നും വാങ്ങിക്കുന്ന പരിപാടി മനുഷ്യന്മാർക്കില്ല. അപ്പോൾ ഈ നമ്മുടെ വീട്ടിൽ 50 നേന്ത്രവാഴ വെച്ചത് അത് നേരത്തെ കൊലച്ചു. നമ്മൾ വിചാരിക്കുന്നില്ല, ഓണത്തിന് മുന്നേ കൊലച്ചു. ഉഗ്രം കൊലകളാണ് അപ്പടി. അപ്പോൾ ഇവിടെ പരിമിശ്രേണ്ട ചായക്കടയുണ്ട്, ഹോട്ടല് പരിമിശ്രേണ്ട ചായക്കട എന്ന് പറയും. അവരാണ് ഈ വശത്തൊക്കെ കായക്കൊല ഉണ്ടെങ്കിൽ അവരെ ഹോട്ടലിൽ നേന്ത്രപ്പഴത്തിന് ഭയങ്കര കച്ചവടമാണ്. ഓണായാലും എപ്പോഴായാലും. പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നവരും ഈ പൂട്ടും പഴം കഴിക്കുമ്പോൾ നേന്ത്രപ്പഴമൊക്കെ വെച്ച് കഴിക്കുന്ന പരിപാടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഈ വന്നിട്ട് ഒരു കമ്മതി വില എന്ന് പറയുക. അതായത് മൊത്തം 50 കൊലയുണ്ടെങ്കിൽ അതിനൊരു വില പറഞ്ഞിട്ട് എടുക്കും. എന്നിട്ട് കമ്മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൊത്തത്തിനൊരു ആവറേജ് വില കണക്കാക്കിയിട്ട് എടുക്കാന്ന് പറയില്ലേ. അപ്പോൾ നമുക്ക് ആ പൈസേനെ മൊത്തം കിട്ടും. അവർ വന്ന് ആവശ്യത്തിന് വെട്ടി കൊണ്ടുപോയി ചെയ്യുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ വില ഇങ്ങോട്ട് ഭയങ്കര താന്ന വിലയായി. അവർ വന്ന് നോക്കിയപ്പോൾ ആൾ വന്ന് നോക്കിയപ്പോൾ അപ്പോൾ നമ്മൾ കൊടുത്തില്ല. പിന്നെ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായ്ക്കൊല കണ്ട് പഴുത്ത് തുടങ്ങി ഓരോന്നിങ്ങനെ പഴുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ തിന്നുന്നത് ആരാ ഇവിടെയുള്ള 6 ആള്. തീറ്റ നേന്ത്രപ്പഴം കൊണ്ട് തീറ്റ തന്നെ. ഒരു കൊല പോലും ഒരാൾക്കും കൊടുത്തില്ല. എവിടേക്കാണ് കൊടുത്തോ? നമ്മുടെ ബന്ധു ഇവിടേക്ക് ആരൊക്കെ ബന്ധുക്കളൊക്കെ കൊണ്ടുപോയി. ആ സമയത്ത് അച്ഛൻ ഈ പഴപ്രഥമൻ നമ്മുടെ വീട്ടിലത്തെ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നേന്ത്രക്കായ് വെക്കുമ്പോൾ അതിന് വില കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും ഓണത്തിൻ്റെ ടൈമിലാണ് കിട്ടുക. വളരെ വളരെ മുന്നായി. അത്
ചില സമയങ്ങളിൽ അങ്ങനെയാണ്. ചൂടാറേട്ടാ 50 ഒരുമിച്ച് പഴുത്തുണ്ടാവില്ലല്ലോ. ഒരുമിച്ചല്ലേ പഴുത്ത്, ഇങ്ങനെ പഴുത്ത് കൊണ്ടിരിക്കുക. ഒക്കെ ഇങ്ങനെ അതിൻ്റെ ഉണങ്ങിയ ഇലകൾ കൊണ്ടാണ് ഞങ്ങൾ പൊതിഞ്ഞ് കെട്ടിയൊക്കെ വയ്ക്കും. അങ്ങനെയായിരുന്നു കാലം. പിന്നെ ഇപ്പോഴൊക്കെ ആളുകൾ 2000 വാഴ 1000 വാഴയൊക്കെ വിൽക്കുന്ന പരിപാടികളായില്ലോ. അന്ന് അത്രയ്ക്കധികം വാഴകൾ വിൽക്കുന്ന പരിപാടിയില്ല. പിന്നെ ആളുകൾക്ക് തിന്നാനായിട്ട്, ആളുകൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് കാശൊന്നുമില്ലല്ലോ. അത്രയ്ക്ക് കണ്ട് വിൽക്കാനായിട്ടുള്ള സാമ്പത്തികം, വിൽക്കാനുള്ളതല്ല വാങ്ങിക്കാനുള്ള സാമ്പത്തികം ആരെങ്കിലും ഇല്ല, കാശില്ല ആരെങ്കിലും. അങ്ങനത്തെ ഒരു കാലഘട്ടം. ഇപ്പോഴല്ലാട്ടാ 1979 കാര്യമൊക്കെ ഞാൻ പറയുന്നത്. ഈ കമ്മതി വില എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള വാക്ക് എന്തിട്ടായിരിക്കുന്ന ഒരു വാക്കുണ്ടാവില്ല, അതിൽ നിന്നാവില്ല ഇത് വന്നിണ്ടാവുക. ഞാൻ ആദ്യമായിട്ടാ കേൾക്കണം ഇങ്ങനെ ഒരു വാക്ക്. അതെ, ഇതൊന്ന് പൊളിച്ച് വയ്ക്കാട്ടാ, അല്ലെങ്കിൽ അപ്പോൾ ചൂടാറാനായിട്ട് നല്ല കാറ്റുണ്ട്, ബെസ്റ്റ് ഇളം കാറ്റ് അവിടെ കണ്ടോ. ഇതിൻ്റെ ഈ ഉള്ളിലത്തെ ഞാരില് അത് കളയണം നമുക്ക്. അച്ഛൻ അടിപൊളിയായിട്ട് നേന്ത്രപ്പഴം പഴപ്രഥമം ഉണ്ടാക്കും. എന്തൊരു ടേസ്റ്റാന്ന് അറിയോ. ഞാൻ ചൂടാറും. ചാർലിനെ അടിച്ചിട്ടൊക്കെ ഇമ്രാനെ അടിച്ചിട്ടില്ല. ഇമ്രാൻ അവിടെ കിടക്കുന്നുണ്ട്. ഇമ്രാൻ വിജയിക്കിൻ്റെ എന്നെ എന്തിനാ പഠിച്ചിട്ടാവും ഞാൻ മുതലാളി. നമ്മുടെ ഈ ഞാരുകളില്ലേ അത് കളയണം കേട്ടാ. ഈ സാധനം സദ്യകൾക്ക് ഒരു 3 തരം പായസമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തോരണം പഴപ്രഥമനായിരിക്കും അല്ലേ. കാശിലോരെ ചെയ്യുന്നതൊക്കെ കാശിലോരെ കണ്ടത് ഈ സാധനം. അതെ ഈ സാധനം, ഈ ഞാര് ഇത് നമുക്ക് വേണ്ട. ഇതിനൊരു പുളി ഉണ്ടാവുന്നതുകൊണ്ട് അതാവും കളയുണ്ടാവുക അല്ലേ സരിത? അതിന് പുളിയൊന്നുമില്ല, പഴത്തിനാണ് പുളി. അപ്പോൾ ഇത് എന്തിട്ടുണ്ടാവും ഈ ഞാര് കളയുന്നത്? ഞാരങ്ങനെ കെടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല, കടിക്കുമ്പോഴൊന്നും. അതിൻ്റെ അരി നോക്കിയേ അങ്ങനെ ആക്കിയില്ല. ഇത് നമ്മുടെ ഉരുളിയിലിടണം. പിന്നെ പഴപ്രഥമൻ സദ്യക്ക് വയ്ക്കുമ്പോൾ അധികം പായസം ഒന്നും വയ്ക്കില്ലേ. അധികം പേര് കുടിക്കില്ലെന്ന് തോന്നുന്നില്ലേ? അധികം പേര് കുടിക്കായിക്കൊന്നുമില്ലേ, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും വെക്കേണ്ട പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആട്ടാ. അത് ഞാൻ നാടൻ പഴം കൊണ്ടാവണം, അപ്പൊ ഒരു പുളിയും കൂടി ഉണ്ടാവും പായസത്തിന്, അപ്പോഴാണ് ടേസ്റ്റ്. മറ്റേ പഴം കൊണ്ടായ അത്ര ടേസ്റ്റ്. അങ്ങനെ പഴം കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റേ ചിലപ്പോൾ ഈ മറ്റേ പുളിയും പെട്ടിയുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പുളിയും പെട്ടി എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ കേരളത്തിലത്തെ പഴത്തിന് നേന്ത്രപ്പഴ കായ്ക്ക് ഭയങ്കര ഡിമാൻഡാണല്ലോ. ചെങ്ങാലിക്കോട മാത്രമല്ല, കേരളത്തിൽ നമ്മുടെ മലയാളികൾ വയ്ക്കുന്ന നേന്ത്രവാഴകളുണ്ട്. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ പുളിയും പെട്ടി എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയിൽ കായ് വരും. പുളിയും പെട്ടി എന്ന് പറഞ്ഞത് പുളിയും പെട്ടി ഈ ഉടുമൽപേട്ട് വശത്തൊക്കെ വരുന്നതൊക്കെ എന്തുകൊണ്ട് എനിക്കറിയില്ല. ആ കായകൊല എന്ന് പറഞ്ഞില്ലേ നല്ല ഭംഗിയായിരിക്കും കാണാൻ, വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അത് വന്നിട്ട് അതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് വില കുറവാണേ. രണ്ടാമത്തെ നമ്മുടെ ഓറഞ്ചിന്റെ അടയ്ക്ക കുമ്മായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മധുരം വരുന്നു. ഒരു കാലത്തും വലിയ കുമ്മായിട്ടിട്ട് ഒരു 6 മാസം കഴിയുമ്പോൾ നോക്കാനൊരു കമന്റ് ഉണ്ട്, നോക്കിയൊക്കെയായിരുന്നു. മണ്ണിന് ചിലപ്പോൾ ഭയങ്കര പുളി ഉണ്ടാവായിരിക്കും. അതെ, നമ്മുടെ അവിടുത്തെ കാലാവസ്ഥക്ക് ഓറഞ്ചൊന്നും അല്ല, നോക്കി നോക്കാലോ. നോക്കണോട് കുമ്മായി വാങ്ങിച്ചു കൊടുത്തിട്ടാ ഞാൻ. മൂന്നാമത്തെ ഒട്ടി പിടിച്ചിരിക്കുന്ന പോലെ ചിലത് കണ്ട. അത് ചൂടാറിയിട്ടുണ്ടോ? ഇനി വേണേൽ കൈ കൊണ്ട് കിട്ടും. കൈയിട്ട് ഞാൻ അലക്കാൻ ഞാനില്ല. സംഗതി ഇത് കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് വലിച്ചു കളയാണ് ചെയ്യുക കേട്ടാ, സദ്യക്കൊക്കെ. അല്ലാണ്ട് ഇനി നമുക്ക് മറ്റേ സാധനം കൊണ്ടുവരണം, ഉടക്കകളവ്. അതൊന്നും വേണ്ട. പൊട്ടാറ്റോ മാഷറും കൊണ്ടുവരണം. അതൊന്നും വേണ്ട. അത് വേണേ പറഞ്ഞു കൊണ്ടുവരാം. ഞാൻ എടുത്തിട്ട് വരാം. സരിത പൊട്ടാറ്റോ മാഷർ കൊണ്ടുവരാന്ന് ഉടയ്ക്കാം. ഇതിപ്പോൾ അല്ല, ചിലപ്പോൾ നല്ല സുഖം കൈ കൊണ്ടിട്ട് തിരുമ്പും അവിടെയൊക്കെ. അതെ സരിത ഉടയ്ക്കണോട്ടാ. ഇത്ര നല്ല സൗകര്യമുള്ള സാധനം ഉണ്ടായിരുന്നു. ഞാൻ കൈ കൊണ്ട് തിരുമ്പണ്ടാന്ന് വെച്ചിട്ടാ, കൈ കൊണ്ട് ഉടയ്ക്കണ്ട വെച്ചിട്ടാ. കൈയിനി ഇതിൽ കൈ കടത്തണില്ല. ഇത് അടിപൊളി സാധനമല്ലോ, നല്ല ബലമുണ്ടല്ലോ ഈ സാധനത്തിന്. അടിപൊളി സാധനം കേട്ടാ. ഇതൊക്കെ ഇടുന്ന് ഓട്ടഞ്ഞോളൂ. ഇതിൽ ഇടുന്നു ഇതിലൂടെ ആക്കണ നമുക്ക് എന്തോരം വേണമെങ്കിൽ ആക്കാട്ടാ. വലിയ പീസുകൾ ഉണ്ടാവരുത് അല്ലേ? അതോടയും ഒരു ഇതൊക്കെ ഉടയും. ഇനി നമുക്ക് അടപ്പത്ത് വയ്ക്കാം. ഇനി ഒക്കെ പഴയ പോലെ തന്നെ ഇനിയൊക്കെ സാധാരണ പോലെ ഇപ്പൊ നെയ്യ് ഒഴിക്കും, വരട്ടുന്നു, എന്നിട്ട് ശർക്കര നീരൊഴിച്ച് വരട്ടി പിന്നെ സമയം എടുത്ത് ചെയ്യണമെന്ന് മാത്രമല്ല. വാ അടുപ്പിലേക്ക് പോവാ. അടുപ്പിലേക്ക് പോയി നമ്മളിവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഇതിലേക്ക് ഇനി നമ്മൾ നെയ്യാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒരു 2 ടീസ്പൂൺ നെയ്യിൽ വരട്ടണമെന്നാണ് പറയുക. 2 ടീസ്പൂൺ നമുക്ക് നെയ്യ് എന്തോരം വേണമെങ്കിൽ ചേർക്കാം, ഭയങ്കരമായിട്ട് വേണ്ട. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യിൽ നമ്മൾ നേന്ത്രപ്പഴത്തിനെ വരട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ വെള്ളം പറ്റിയെന്ന് മാത്രമല്ല കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. മരത്തിൻ്റെ കയ്യിലുണ്ടാക്കാവും നല്ലത്, ശബ്ദം ഉണ്ടാവില്ലെങ്കിൽ ഇങ്ങനെ. മരത്തിൻ്റെ കയ്യിൽ ഞാൻ എടുത്തുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരെ ചെവി ഇങ്ങനെ അരോചകമാക്കാതെ നോക്കാനായിട്ട് നമ്മളിത് മരത്തിൻ്റെ കയ്യിലെടുത്തുട്ടാ. അവിടെ പായസം ശരിക്ക് ഇളക്കി തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചട്ടകം തന്നെ ഉപയോഗിക്കണം കേട്ടോ. അതാണ് അതിൻ്റെ രീതി. ഇപ്പം അടുത്ത് നമ്മൾ പായസം ഉണ്ടാക്കിയില്ലേ, എന്നിട്ട് പായസം പാലട പായസം, കടല പായസം, കടലപ്പരിപ്പ്. നമ്മുടെ ഈ പായസത്തും കൂടി കഴിഞ്ഞിട്ട് വേണം ചേട്ടൻ്റെ ഷുഗർ പരിശോധിക്കാൻ അല്ലേ? ഇതിപ്പോൾ നിനക്ക് കുടിക്കാനാണ്, എനിക്ക് നിർബന്ധമൊന്നുമില്ലേ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പായസമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ പഴത്തിൽ വെള്ളം അങ്ങനെ ഇല്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമുക്ക് ശർക്കര നീര് ഒഴിക്കാം. അടുത്തോ നമ്മൾ ശർക്കര നീര് ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു മറയൂർ ശർക്കരയാണ്, 400 ഗ്രാമോളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടിപൊളി നല്ല ബ്ലാക്ക് ശർക്കരയാണ്, കറുത്ത ശർക്കര തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഭംഗി കുറവുണ്ടാവും പായസത്തിന്. ആഹാ എന്താ ഭംഗി പഴത്തിലാണ്ട് കിടന്ന്. ഇങ്ങനെ കഴിക്കാൻ തന്നെ രസം ഉണ്ടാവില്ലേ? പിന്നെ സൂപ്പറല്ലേ നമ്മുടെ പഴം, മറയൂർ ശർക്കര, മിൽമ നെയ്യ്. നമ്മുടെ നെയ്യല്ലല്ലോ ഇത്? നമ്മുടെ നെയ്യല്ല, നീ ഉണ്ടാക്കി തന്നെയല്ലേ ചേട്ടാ? ഇവിടെ നിന്ന് എടുത്തേ, വർക്കേരിയയില് എടുത്തേ? അപ്പൊ നമ്മുടെ അല്ല, പരിപാടി. ഈ മിൽമയുടെ ചിപ്പിൽ തന്നെ അതാക്കി വെച്ചാണ്. അത് മറ്റേ അടുക്കളയിലിരിക്കണം. ആ ജഗും ദോശ ഉണ്ടാക്കുമ്പോൾ ആക്കാൻ വെച്ചിട്ട് അവിടെ വെച്ച്. ഇത് പാകാവട്ടെ കേട്ടാ, ഇങ്ങനെ വരട്ടി വരണം. ഇപ്പൊ സൗണ്ട് ഇല്ല കേട്ടോ ഇതുകൊണ്ട് ഇളക്കുമ്പോ. അതന്നെ, എന്തൊരു സമാധാനം. ഇതിന് വറ്റി വരണം കേട്ടോ, ഉടഞ്ഞുടങ്ങി നന്നായിട്ട്. ആദ്യം നമുക്ക് വലിയ കട്ടകൾ പോലെ തോന്നി കാണുന്നില്ല, അലിഞ്ഞുടങ്ങി. ഇങ്ങനെ എത്തിച്ചിരിക്കണ പോലെ. അതാ ചൂട് അധികം തട്ടണ ചൂടേ വേണ്ടെന്ന് പറയുന്ന നേരം പായസം വെക്കാന്ന് പറഞ്ഞ ചേട്ടനൊരു ഹരണേ. അതില് വേറെ ആരും കൈ കടത്തണത് അവസ്ഥക്ക് വരണം ചേട്ടന് ഇഷ്ടമല്ല തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ മാറിക്കണത്. ഞാനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരഭിപ്രായം പറയും, ഇത് അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ. എനിക്കാണെങ്കിൽ ഇതിനെ കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ല. അപ്പം മിണ്ടാണ്ടിരുന്നാൽ മതി അല്ലേ? ഇത് കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോൾ ആർക്കും ചെയ്യാം, പായസം ആർക്കും വയ്ക്കാം. ചേട്ടൻ നന്നായി വെക്കും, അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് ശ്രദ്ധിക്കാത്തത്. പായസം ഉടഞ്ഞത് മതിയായിട്ടില്ലാന്നോ? ഉടയും, ആരാ പറഞ്ഞത്? അത് ഉടഞ്ഞ് കംപ്ലീറ്റ് പോവും. ഇല്ലില്ല, നീ നോക്കിക്കോ, സമയമായിട്ടില്ല ആവട്ടെ. ശർക്കരയിൽ കിടന്നാ പിന്നെ തുടയില്ല. നിനക്ക് കട്ട കഴിക്കാണ്ടാവില്ല, ഞാൻ ഗ്യാരണ്ടി പറയാം. ശരി, നീ നോക്കിക്കോ. നോക്കട്ടെ. ചാർലി ഇവിടേക്ക് വന്നിട്ട് കൊറേ നാളായില്ലേ? അതിന്റെ പടത്തൊലി വേണോ ചാർലിക്ക്? അപ്പൊ മറ്റേനെ അയച്ചിട്ട് തരുന്നില്ലേ പാവം? അതവിടെ ഒറ്റയ്ക്ക് ഞാൻ ഒരു മിനിറ്റ്. ഇമ്രാനും ചാർലിനും ഇപ്പൊ അങ്ങനെ നല്ല ചേട്ടൻ വിളിക്കണത്, വായ തോന്നിയ പേരെ വിളിക്കുക. ജിംബ്രോ, അയ്യേ വൃത്തികേട്ടവൻ. അപ്പനെ കാല് പോയി മൂത്രമൊഴിച്ചു. എന്താ മൂത്രമൊഴിക്കണ അത്ര വൃത്തികെട്ട പരിപാടിയാണോ? അല്ല, അത് ക്യാമറനെ നോക്കിയിട്ട് ഒഴിക്കുമ്പോഴാണ്, അല്ലാണ്ട് വൃത്തിയോട് നല്ല മൂത്രമൊഴിക്കുന്നത് വൃത്തികേടാണോ? അത് വെറുതെ ഞാൻ ഈ മറ്റേ പറവ് വെറുതെ മറ്റേ മറ്റേ ഈ ആ പ്രേംകുമാർ ഓടിപ്പോയില്ലേ മറ്റേ സിനിമയില് ഈ മറ്റേ കക്കൂസി മുട്ടിട്ട് ഓടിപ്പോയില്ലേ? അപ്പൊ പറവ് ഭരതൻ പറവൂപതിനോട് പറയേ ഗജകേശ്രീ ഗജരാജമന്ത്രം പറവൂപതിനോട് പറയും ആത്മതി എന്ന് പറയും. അപ്പൊ വയറിളക്കാനുള്ള മരുന്ന് തെറ്റെടുത്ത് കുടിച്ചിട്ട് ഓടണത് അത് പ്രേംകുമാർ ഓടി അവൻ പോണു ആത്മഹത്യ ചെയ്യാനാ പോണേ, വേഗം പോയി പിടിക്കാൻ. അപ്പൊ പറവരുതാൻ പിന്നീട് ഓടി വന്നിട്ട് അരുത് അരുത് അത് ചെയ്യരുതെന്ന് പറയും. ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മറയിൽ പോയിട്ട് കഴിഞ്ഞു, ഞാനത് എനിക്കിത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പറവരുത് കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ച് നടന്നിട്ട് പേപ്പർ ഉണ്ടായിരുന്നില്ല പറവരുതിൻ്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പർ പിടിച്ചിട്ട് വരുമ്പോൾ പേപ്പറില്ല. ഓ ഇതിലും ഭേദം അവ ആത്മഹത്യയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കയ്യിലത്തെ പേപ്പർ അത് അവന് കൊടുത്തു.
നല്ല രസമായിട്ടുള്ള ഭാഗമല്ല, എന്ത് രസമല്ല അന്നത്തെ തമാശകളൊക്കെ. ഇപ്പോഴൊക്കെ അങ്ങനത്തെ തമാശകളുള്ള സിനിമകൾ കാണാൻ നമുക്ക് പറ്റുന്നുണ്ടോ അന്നത്തെ കാലം? കാണാലോ നമുക്ക്. അല്ല കണ്ടാലും നമുക്ക് മതിയാവില്ല. ഗജരാജ് മാത്രം ശരി. പായസം നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. പായസം എന്ന് പറഞ്ഞാൽ ഇത് വരട്ടി വരികയാണ് കണ്ടേ, കുറഞ്ഞ് അളവിൽ കുറഞ്ഞ് വന്നു തുടങ്ങി. ഇത് കട്ടകൾ കുറഞ്ഞ് വന്നു തുടങ്ങി. തെറ്റി പറയുന്നു കേട്ടാ. ഒരു കുറച്ച് നേരം കൂടി വരട്ടെ കേട്ടാ. ഇളക്കി അടി പിടിക്കില്ല. ഇളക്കിക്കൊണ്ടിരിക്കാൻ കുഴപ്പമില്ല, മരത്തിൻ്റെ കയ്യിലായതുകൊണ്ട് സൗണ്ട് ഇല്ല. നമ്മുടെ നോക്കിയാൽ പഞ്ചാമൃതം പരിവായി നല്ല രസമായി. കാണിച്ചു കൊടുത്താൽ വേണ്ട, നല്ല പോലെ ഇതായി. അപ്പോൾ നിങ്ങൾക്ക് നാളികേരം പാൽ ഒഴിക്കുക കേട്ടോ. 2ാം പാലാണിത്. 2 നാളികേരത്തിൻ്റെ പാലാണ്. അതിൽ ഒരു 2-3 ഗ്ലാസ് പാലുള്ളൂ. ഇളക്കി തിരിച്ച് ഒഴിച്ച് കൊടുക്കുക. അല്ല 2-3 ഗ്ലാസ് 3-4 ഗ്ലാസ് പാലുണ്ട്. 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചത്. അതന്നെ. അപ്പോൾ പാല് നല്ല ഭംഗിയായിട്ട് വരുന്നില്ലേ? ഭംഗി പോയി. ഭംഗി പോകും. നല്ല ഭംഗി ഉണ്ടായിരുന്നു. പായസത്തിൻ്റെ കളറായി തുടങ്ങി. ബാക്കിലോട്ട് ഒഴിക്കാം നമുക്ക്. 3 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ഈ പാല് പിഴിഞ്ഞത് കേട്ടോ. 2 നാളികേരത്തിൻ്റെ വലിയ നാളികേരമാണ് എടുത്തത് കേട്ടോ. നാളികേരം പാലൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അധികം നാളികേരം പാൽ വേണ്ട. അടപ്രഥമൻ്റെ അത്രയ്ക്ക് നാളികേരം പാൽ വേണ്ട കേട്ടോ. ഇനി നമുക്ക് എനിക്ക് ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ നോക്കിയാൽ നമ്മൾ പഴയ രീതിയിലാണ് ചെയ്യുന്നത്. ഏലക്കായ ഒരു കഷ്ണം ചുക്കെടുത്തുണ്ട്. ഇത് സരിത അമ്മീമ പൊടിച്ച് കൊണ്ടുവന്നേ. ഇതെന്തിനാണെന്നറിയോ? ഏലക്കായ മിക്സിയിലടിച്ച് പൊടിച്ച് കൊണ്ടുവരാം. പക്ഷേ അതല്ല, പായസം കുടിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഏലക്കായരെ ഒരു കൊറ്റൻ കിട്ടുന്ന പരിപാടി ഇല്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് തുപ്പി കളയണം. ഈ ഏലക്കായയുടെ തൊലി ഉണ്ടല്ലോ, അതിൽ ഭയങ്കര വിഷാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ വിഷം മനുഷ്യന്മാർ അതന്നെ പൊടിച്ച് കഴിക്കുന്നത്. തോട് വേണമെങ്കിൽ കളയാം. തോട് പറക്കി കളയും. ഇനിയിപ്പോൾ തോട് വേണ്ട. തോട് കടിക്കുമ്പോൾ ആ പായസം കുടിച്ചതിൻ്റെ ആ ഒരു ഇതുപോലി നല്ല ആസ്വദിച്ച് കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഈ തോട് കടിക്കുമ്പോൾ കളഞ്ഞ തോട് എടുത്ത് കളഞ്ഞിട്ട് തരുത. അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ട് കേട്ടാ. പായസം നല്ല പോലെ തിളച്ചുകൊണ്ടിരിക്കട്ടെ കണ്ട. അപ്പോൾ സരിത നോക്കിയേ, ഈ ഇത് പൊടിച്ച് കണ്ടിട്ട് അത് നമുക്ക് ഈ 1ാം പാലില്ലേ, അത് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അരിക്ക് ഇടാം, അരിക്ക് ഇട്ട് വയ്ക്കാം. പായസം ഇറക്കാറാകുമ്പോൾ നമുക്കിത് ഒഴിക്കണം. പാകമാകുമ്പോൾ പാകമായി തുടങ്ങി പായസം. നമ്മുടെ പായസം അവസാന ഘട്ടത്തിലായിട്ടാണ്. ഇത് പഴപ്രഥമൻ സാധാരണ കട്ടി ഇത്തിരി കൂടിയ പായസമാണ് ആക്കാറ്. വല്ലാണ്ട് വെള്ളം പോലെ ആക്കില്ല ആ ഒരു പായസം. അപ്പോൾ പാകത്തിന് കട്ടിയായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 1ാം പാല് ഒഴിച്ചിട്ട് അവസാനിപ്പിക്കാം. എന്നിട്ട് പിന്നെ കാച്ചാം. അടുത്ത ആഗ്രഹം തൊട്ടെന്ന് പറയട്ടെ വേഗം ചേട്ടനോട്. നമ്മളിപ്പോൾ നമ്മുടെ പായസം വെച്ചിട്ട് 50 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 1 മണിക്കൂർ ആവാറായി തുടങ്ങി. അപ്പോൾ പാകത്തിന് കട്ടിയായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 1ാം പാൽ ഒഴിക്കാം. ഇതിൽ ഏലക്കായപ്പൊടിയും ചുക്കും ചേർന്നിട്ടുള്ളത് ഒഴിക്കണം കേട്ടോ. കട്ടിപ്പാലാണ് കേട്ടത്. ഇതൊന്ന് ഇളക്കി മിക്സായി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തിള വരുമ്പോഴേക്കും നമുക്ക് ഇറക്കി മാറ്റി വയ്ക്കാം. ഇതിലിപ്പോൾ നാളികേരം പാൽ ഇത്തിരി കൂടുതലാണ് കേട്ടോ. ആണ് ഈ കളർ ഡാർക്ക് കളർ വരുത്താം. നാളികേരം പാൽ കുറച്ചാൽ മതി. നാളികേരം പാൽ കൂടി കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. അപ്പോൾ ചേട്ടൻ ആ പൊടിയിട്ടിട്ട് അതിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് പരിഞ്ഞിരിക്കും. അത് കട്ടായിട്ട് എടുക്കും. അതൊരു വലിയൊരു കട്ട പോലെ. അതൊക്കെ അത് അലിഞ്ഞു ഒരു ചുക്കല്ലേ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇറക്കാം. ഇവിടേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് കാച്ചാം. നോക്കി നമ്മുടെ പായസം നോക്കിയപ്പോൾ തിളരിക്ക് വന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ ഇറക്കാൻ പോകണം കേട്ടോ. ഇനി മതി. നമുക്കിത് വയ്ക്കാം. നമ്മൾ ആ പാടി 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്തത്. ഒരു നെയ്യ് 2 ടീസ്പൂൺ ഇട്ടായിട്ടാ. നെയ്യ് ചൂടാകുമ്പോൾ നാളികേരം കൊത്തിട്ടാ. നാളികേരം ഇങ്ങനെ കുനുകുനുന്ന് അരിഞ്ഞത് കേട്ടാ. അത് ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിൽ കടിക്കാനായിട്ട് രസമാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത് മൂക്കണം.
അണ്ടിപ്പരിപ്പ് ചേർക്കണില്ല, അണ്ടിപ്പരിപ്പൊന്നും ചേർത്തോളന്നില്ല, കാരണം ചേർക്കാം. മെല്ലെ മൂപ്പിക്കണം കേട്ടോ, പെട്ടെന്ന് നല്ലപോലെ തീയായിട്ട് ഇതാവേണ്ടത്. ഇപ്പോൾ പാകത്തിന് തീയിൽ മെല്ലെ മെല്ലെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. മൂപ്പിലേക്ക് കിടന്നോട്ട് നമ്മുടെ 10-50 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കത് ഇറക്കാം. നാളെ 20 മൂത്ത് കൂട്ടാ നമ്മൾ കഴിഞ്ഞ് പരിപാടി. അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ഒഴിക്കണല്ലേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ലേ? എന്നാ കയ്യില്ല, അതിനാണ് ഞാൻ ഈ കയ്യിൽ കാണിച്ചു നിൽക്കണം. കുറേ നേരമായിട്ട് നീ കയ്യിൽ കാണിച്ചു. അങ്ങനെ നമ്മളെ പഴപ്രഥമൻ സെറ്റ്. ഗ്ലാസ് ആട്ടാ, ഇന്നസെന്റ് പറയണ പോലെ വേസ്റ്റ് ഗ്ലാസ്. ദേശാരതിക്ക് പഴപ്രഥമൻ. കുറച്ച് മറ്റേത് നാളികേരക്കൊത്ത്. ആ തന്നെ. യെസ്. അവിടെ ചൂടുണ്ടാവും. ചൂടാറട്ടെട്ടാ, എന്നിട്ട് കുടിക്കാം. ഞാനേ അല്ല, ഞാൻ അവിടെ പറഞ്ഞതാ. അതേ ഞാനേ ഇത് നാളികേരം ഇതിലേക്ക് വേണ്ടി ചെരുക്കിയിട്ടുള്ള ചിരട്ടീന് കേട്ടോ, അത് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നത്. എന്താ ചേട്ടൻ ചിരട്ടയിൽ കുടിക്കണം എന്ന് പറഞ്ഞു പൈസ, അതുകൊണ്ടാട്ടാ ഞാൻ ഒരു ഗ്ലാസ് മാത്രം എടുത്തിട്ട് വന്നത്. അപ്പോൾ ഈ മറ്റേ സദ്യകൾക്കൊക്കെ കണ്ടില്ലേ, സദ്യക്ക് പായസത്തിൻ്റെയും ഇതിനെയൊക്കെ സദ്യക്ക് സഹായിച്ചവർ അവസാനം പായസം വെപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ചെറിയ നാളികേരത്തിൻ്റെ ചിരട്ടയിൽ ഒഴിച്ചിട്ട് പായസം കുടിക്കും. അപ്പോൾ അതിൻ്റെ രുചിയൊന്നും നമുക്കൊന്നും അറിയണമല്ലോ, അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഭയങ്കര ചൂടാറിട്ട് കുടിക്കട്ടാ. വെക്കാൻ പറ്റുമോ ചിരട്ട? കയ്യിൽ പിടിച്ചെടുക്കും കേട്ടാ, ധൈര്യമായിട്ട് പിടിച്ചെടുക്കാം കേട്ടോ, ചൂടില്ല. ഇതാണ് പ്രകൃതിയല്ല പായസ ഗ്ലാസ്. അത് വലിച്ച് തീ കാറ്റ് കൊള്ളാം, നല്ല രസമുള്ള കാറ്റ്. അടിപൊളി പായസം, അടിപൊളി പായസമായിരിക്കും. ഞങ്ങൾ മധുരം ഇതൊന്നും നോക്കിയില്ല, ഞാൻ ഏകദേശം കണക്കാക്കിയിട്ടാണ് ഇതിൽ ചേർത്തേട്ടാ മധുരം. സരിത അവിടെ? അയ്യോ, ഇവിടെ നിന്നിട്ടൊരു പായസം കുടിക്കുമ്പോൾ പായസത്തിൻ്റെ രുചി നടന്നു കുടിക്കണ്ടേ. ചൂടുണ്ട്, എന്നാലും എന്ത് രസാ. ചിരട്ടയിൽ പെട്ടെന്ന് ചൂടാറും സരിത, ചിരട്ടയിൽ പെട്ടെന്ന് ചൂടാറും. ഇതാണ് പായസം. ചാലിൻ്റെ അടുത്ത് വന്നിരിക്കുക നോക്കിയേ പാവം. ചാലിക്ക് പായസം വേണാറാ? തരാട്ടാ, മിന്നിച്ചുണ്ട് പായസം തരുതേ. പറയാൻ എനിക്ക് വാക്കുകളില്ലേ, നീ സരിത കുടിച്ചിട്ട് പറയും. കുടിച്ചു നോക്കും. തന്നില്ല, വായ പൊള്ളും. ജിംബ്രൂന് വാടാ, ജിംബ്രൂന് പൊട്ട് തരാം. വായ പൊള്ളും. അടിപൊളി പായസല്ലേ, അടിപൊളിയല്ലേ? ഇമ്രാൻ അത്ര ഇഷ്ടമായില്ല. രണ്ടാമതും എടുത്തുവിട്ടോ ഞാൻ പായസം. പായസം കുടിക്കണേ ചേർട്ടല്ലേ കുടിക്കണേ തരുതാ. പുളിയിലില്ല, പുളിയിലാണ് നേരി പുളിയിലുള്ള പുളിയുണ്ട്, നേരി പുളിയിലുള്ള. എനിക്ക് തോന്നുന്നേ നമ്മളുടെ പഴമാകുമ്പോഴേ മധുരനുസരിച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. കറക്റ്റാണിത്. അപ്പം ഇന്നത്തെ പായസം വെപ്പ് കഴിഞ്ഞു. എന്താ ചൂട് മെല്ലെ കുടിച്ചാൽ മതി. അപ്പോൾ സൂപ്പർ പായസമാണ് കേട്ടോ. മധുരം വേണമെങ്കിൽ ഇത്തിരി വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. 400 ഗ്രാമാണ് നമ്മൾ ചേർത്തത്, 450 ഗ്രാം. അത് പഴം എടുക്കുന്നതനുസരിച്ച്. അത് നമ്മുടെ പഴമായതുകൊണ്ട് ചേട്ടാ, നമ്മുടെ പഴത്തിന് പുളി കൂടുതലാ, അതാ. അപ്പോൾ നിർത്താം. അപ്പോൾ ഒരാഗ്രഹം സാധിച്ചല്ലോ. അതെ, ചേട്ടനല്ലേ പറഞ്ഞതിൽ പഴം കടിക്കാണ്ടാവില്ലാന്ന്. നേരിയല്ലോ, ഒക്കെ നേരിയത്, എന്നാലും കുഴപ്പമില്ല, രസമാണ് കടിക്കാൻ. നാളികേരക്കൊത്ത് കടിക്കാൻ രസമല്ലേ? പഴം പ്രഥമൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാ, തിരിച്ച കടിക്കാണ്ടാവും, പിന്നെ ഇത്തിരി പുളി ഉണ്ടാവും. എന്താ പുറം കളിച്ചാ? അല്ല ഞാൻ നിർത്തി, ഞാൻ നിർത്തുന്നില്ല. അപ്പോൾ നിർത്താം നമുക്ക് കേട്ടാ. നമുക്ക് അടുത്ത വീഡിയോ ഇട്ടുവരെ നന്ദി, നമസ്കാരം.